ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെൽഫോസ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണോ, അതല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ തീർച്ചയായിട്ടും സെയിൽഫോഴ്സ് ഒരു നല്ല ഓപ്ഷനാണ്. സെയിൽഫോഴ്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കോംപ്രഹെൻസീവ് സെയിൽഫോഴ്സ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷനും സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റും ഞങ്ങൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ലേണിംഗ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ എന്താണ് ഡേറ്റ ടൈപ്സ്? ഡേറ്റ ടൈപ്സ് എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഡേറ്റ. അതായത് അപ്പെക്സ് പ്രോഗ്രാമിംഗ് ഏതൊക്കെ തരം ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ തരം ഡേറ്റാസ് പ്രോസസ്സ് ചെയ്യും എന്നുള്ളതാണ് ഡേറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിൽഫോഴ്സ് അപ്പെക്സിൽ ഏതൊക്കെ ഡേറ്റ ടൈപ്സ് ഉണ്ടെന്നും അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡെവലപ്പർ കൺസോളിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഓപ്പൺ അനോണിമസ് വിൻഡോയ്ക്കകത്ത് നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തു, അതിന് 10 എന്ന് വാല്യൂ എടുത്തു, വിച്ച് മീൻസ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ഓക്കെ, പക്ഷേ ഈ ഒരു കോഡ് ഞാനിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് എറർ കിട്ടും. സപ്പോസ് ഞാൻ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യാം, എനിക്കൊരു എറർ കിട്ടി, വേരിയബിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ഈ എക്സ് എന്താണ് എന്നുള്ളത് പ്രോഗ്രാമിങ്ങിന് മനസ്സിലായിട്ടില്ല, അതിൽ അപ്പെക്സിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ്, എന്ത് തരം ഡേറ്റയാണ് ഞാൻ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ മെൻഷൻ ചെയ്യണം. സോ ഞാനിവിടെ ഇൻറ്റീജർ എന്ന് കൊടുക്കുന്നു, വിച്ച് മീൻസ് ഞാനൊരു ഇൻറ്റീജർ വാല്യൂ ആണ് എക്സിൽ അസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് സിസ്റ്റത്തിന് മനസ്സിലായി, അഥവാ ഇതിൻ്റെ കമ്പൈലറിന് മനസ്സിലായി. ഓക്കെ, ഇനി ഞാനിതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് എക്സിക്യൂട്ടായി. ഇനി എക്സിൻ്റെ വാല്യൂ എനിക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ. അതായത് സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് എഴുതിയിട്ട് ഇതിനകത്ത് ഞാൻ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണോ അതിവിടെ പ്രിൻ്റായി കാണിക്കും. സോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇവിടെ നമുക്കിത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നൗ ഇവിടെ ഡീബഗ് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഔട്ട്പുട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണല്ലോ എനിക്ക് വേണ്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എക്സ് ഈക്വൽ ടു എന്ന് നമുക്കൊരു സ്ട്രിങ് കൊടുക്കാം. സോ ദാറ്റ് മീൻസ് ഈ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് അഥവാ ഈ കോഡ്സിനകത്ത് ഞാൻ എന്ത് കൊടുത്താലും ആ വാല്യൂ അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. സോ എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ്, വിച്ച് മീൻസ് എക്സ് ഈക്വൽ ടു സ്പേസ് എന്നുള്ളത് അതേപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ എന്താണോ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. സോ നമുക്കിപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യാം. നൗ ഡീബഗ് ഓൺലിയിൽ നോക്കുമ്പോൾ കണ്ടോ, എക്സ് ഈസ് ഈക്വൽ ടു സ്പേസ് എക്സിൻ്റെ വാല്യൂ ടേൺ എന്ന് എനിക്ക് വീണ്ടും കിട്ടി. നമുക്കിനി ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മറ്റൊരു വാല്യൂ അസൈൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ അസൈൻ ചെയ്യാം 1000. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ വീണ്ടും ഇവിടെ റീറേറ്റ് ചെയ്യാം, സിസ്റ്റം ഡോട്ട് ഡീബഗ്, അത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ്. നൗ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് എക്സിക്യൂട്ടായി. ഇപ്പോൾ എനിക്ക് കണ്ടല്ലോ, ആദ്യം കൊടുത്ത 10 എന്ന് പറയുന്ന വാല്യൂ, അതിനുശേഷം ഞാൻ കൊടുത്തേക്കുന്ന കണ്ടില്ലേ, ഫസ്റ്റ് നമുക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്ന 1000 എന്ന് പറയുന്ന വാല്യൂ നോക്കിയിട്ടുണ്ട്, 10,000 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എക്സിന് മറ്റൊരു വാല്യൂ കൊടുക്കാം, ഒരു വലിയ നമ്പർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത്രയും വലിയൊരു നമ്പർ കൊടുത്തു. ഇപ്പോൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, എനിക്ക് ഇല്ലീഗൽ ഇൻറ്റീജർ എന്ന് പറയുന്നൊരു എറർ കിട്ടി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നമ്പർ ഒരു ഇൻറ്റീജറായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സോ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 32 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻറ്റീജറിൽ നിന്ന് മാറ്റി ലോങ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതായത് ഒരു 64 ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ ലോങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എഗെയിൻ ഐ എം ഗെറ്റിംഗ് ആൻ എറർ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിനെ ഇപ്പോഴും അതൊരു ഇൻറ്റീജറായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ അതിൻ്റെ എൻഡിൽ ഒരു എൽ എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യും, വിച്ച് മീൻസ് ഇതൊരു ലോങ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ ഓക്കെ, അഗെയിൻ ഐ എം ഗെറ്റിംഗ് ആൻ എറർ ബിക്കോസ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് ആസ് എൻ ഇൻറ്റീജർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വേരിയബിൾ മാറ്റാം. സോ ഞാൻ ഇതിന് വൈ എന്ന് പറയുന്നൊരു പേര് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വൈയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കാം, എന്നിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയാം. സോ നൗ ഇതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ, അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ഫസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന 10,000 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്, രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലോങ് ഡിജിറ്റും ഉണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലോങ് ഡിജിറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എൽ എന്ന് പറയുന്ന ലെറ്റർ അതിനകത്ത് കാണിക്കുന്നില്ല.
അതുപോലെ മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ഡബിൾ. ഡബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എന്ന് പറയുന്നത് ഒരു 64 ബിറ്റ് നമ്പറാണ് വിത്ത് ഡെസിമൽ പൊസിഷൻ. അതായത് നമ്മൾ 10.25 അല്ലെങ്കിൽ 5.21 തുടങ്ങിയ പോയിന്റ് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഡബിളായിട്ടൊരു വേരിയബിൾ ആഡ് ചെയ്യാം. എ ഈക്വൽ ടു ഞാനൊരു വാല്യൂ എടുക്കാം 10.21. ഓക്കെ, ഇപ്പോൾ ഒരു ഡബിൾ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എനിക്ക് സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിനകത്ത് തന്നെ എ എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്താൽ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് എക്സിക്യൂട്ടഡ്. ഇപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഡീബഗ് ഓൺലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 10.21 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എ എന്ന് പറയുന്ന ഈ വേരിയബിളിനകത്ത് നമുക്ക് മറ്റൊരു വാല്യൂ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ വലിയൊരു ഡിജിറ്റ് ഞാൻ ആഡ് ചെയ്തു, സം നമ്പർ ഡോട്ട് ഒരു നമ്പർ. ഓക്കെ, ഇനി നമുക്കിത് ഈ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നോക്കാം. നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ വലിയൊരു നമ്പർ ആഡ് ചെയ്യാൻ പോവാണ്. സോ എ ഈക്വൽ ടു ബേസിക്കലി ഞാൻ കുറച്ചുകൂടെ വലിയ നമ്പർ കൊടുക്കാം. ഇത്രയും നമ്പർ ആഡ് ചെയ്തു. ഓക്കെ, ഇതൊരു വലിയ ഡിജിറ്റ് നമ്പറാണ്. ഇതിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്താൽ ഇപ്പോൾ ഇതിനകത്തൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂവും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂവും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡബിൾ എന്ന് പറയുന്നത് ഒരു 64 ബിറ്റ് നമ്പർ മാത്രമേ ഓക്യുപ്പൈ ചെയ്തുള്ളൂ. ഓക്കെ, നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പർ 64 ഡിജിറ്റ് നമ്പർ അല്ല. സോ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെസിമൽ എന്ന് പറയുന്ന മറ്റൊരു ഡേറ്റ ടൈപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ ഡെസിമൽ ഡേറ്റ ടൈപ്പിൽ ബി എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു നമ്പറിനെ അസൈൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ സിസ്റ്റം ഡോട്ട് ഡീബഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ എടുത്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എയ്ക്ക് പകരം നമ്മൾ ബി എന്ന് പറയുന്ന ഈ വേരിയബിൾ ആഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. സോ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ്സ് സീ, കണ്ടില്ലേ, നമ്മൾ കൊടുത്ത ഡെസിമൽ നമ്പർ അതേപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു ഡേറ്റ ടൈപ്പാണ് ബൂളിയൻ. ബൂളിയൻ എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ബൂളിയൻ എന്ന് പറയുന്ന വേരിയബിൾ രണ്ട് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഒരു ട്രൂ വാല്യൂ, അതല്ലെങ്കിൽ ഫോൾസ് വാല്യൂ. മറ്റൊരു ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ്. ഓക്കെ, ഇപ്പോൾ സ്ട്രിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ് എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, അതായത് നമുക്കൊരു പേര് അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നെയിം ഈസ് ഈക്വൽ ടു സെയിൽഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിൽഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊന്നാണ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡേറ്റ് ഈസ് ഈക്വൽ ടു ടുഡേസ് ഡേറ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ അസൈൻ ചെയ്തു. ഇന്നത്തെ ഡേറ്റ് എനിക്ക് കാണണമെങ്കിൽ എനിക്ക് ഡേറ്റ് ഡോട്ട് ടുഡേ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഡേറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം ഇതൊരു ഡേറ്റ ടൈപ്പിൻ്റെ ഒരു സമ്മറി പറയുന്നുണ്ട്, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഓൾറൈറ്റ്, ഇനിയിപ്പം ഞാനിപ്പോൾ ഇതേ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണില്ല. ഇപ്പോൾ ഡേറ്റ് എന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നത്തെ ഡേറ്റ് കാണാൻ പറ്റും. ഇന്നത്തെ ഡേറ്റ് ഇൻ ദ സെൻസ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉള്ള ഡേറ്റ്. ഓൾറൈറ്റ്, യു ക്യാൻ സീ ദിസ്. ഇനി മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ഡേ ടൈം. ഓക്കെ, ഡേ ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റും ടൈമും കൂടി നിങ്ങൾക്ക് വേണം. ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡേറ്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. എങ്കിൽ ഡേ ടൈം എന്ന് പറയുമ്പോൾ ആ വേരിയബിളിനകത്ത് ഡേറ്റും ടൈമും സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഡി എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തു. അതിനകത്ത് ഡേ ടൈം ഗെറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഞാൻ ഡേ ടൈം ഡോട്ട് നൗ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേരിയബിളിനകത്തേക്ക് ഇപ്പോൾ ഉള്ള കറണ്ട് ഡേറ്റ് ഏതാണ്, അതിൻ്റെ കൂടെ അതിൻ്റെ ടൈം എന്തുവാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടില്ലേ, ഡേറ്റും ടൈമും നമുക്ക് ഡിസ്പ്ലേ ആവുന്നുണ്ട്. മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ഐ ഡി. അതായത് റെക്കോർഡിൻ്റെ ഐ ഡിയെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് അക്കൗണ്ട് ഐ ഡി സ്റ്റോർ ചെയ്യണമെങ്കിൽ ഐ ഡി സ്പേസ് ഏത് വേരിയബിളാണോ അതിൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അക്കൗണ്ട് ഐ ഡി എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എനിക്കിനി അക്കൗണ്ടിൻ്റെ ഐ ഡി ഇവിടെ സ്റ്റോർ ചെയ്യണം. സോ അക്കൗണ്ട് ഐ ഡി എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് റെക്കോർഡിലേക്ക് പോകാം. സോ അക്കൗണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമുക്കിതിൻ്റെ URL നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അക്കൗണ്ട് ഐ ഡി. ഓക്കെ, നമുക്കിതിനെ കോപ്പി ചെയ്യാം, എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാം. സോ ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു റെക്കോർഡിൻ്റെ ഐ ഡിയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഐ ഡി എന്ന് പറയുന്ന റെക്കോർഡ് ടൈപ്പുള്ള വേരിയബിൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ബ്ലോബ്. ബ്ലോബ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാനിവിടെ സ്ട്രിങ് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് സ്ട്രിങ് മൈ സ്ട്രിങ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു പേര് എടുക്കാം. ഞാനിവിടെ സെയിൽഫോഴ്സ് മലയാളം എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം മൈ സ്ട്രിങ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് സെയിൽഫോഴ്സ് മലയാളം. ഓക്കെ, ഇനി നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സെയിൽഫോഴ്സ് മലയാളം എന്ന് നമുക്ക്
ഡീബഗ് ചെയ്ത് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് മൈ സ്ട്രിങ് എടുക്കുന്നു, ഇവിടെ കോപ്പി ചെയ്യുന്നു. സോ ലെറ്റ്സ് പേസ്റ്റ് ഇറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഇതിനെ ഡീബഗ് ചെയ്താൽ എനിക്ക് ഒരു സ്ട്രിങ് വാല്യൂ ആണ് കിട്ടുന്നത്, കാരണം ഞാൻ സ്ട്രിങ് ആണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് കൊടുത്തേക്കുന്നത്. ഇനി ഈ സ്ട്രിങ് വാല്യൂവിനെ ഒരു ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബൈനറി വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പാണ് ബ്ലോബ്. ഇവിടെ ബ്ലോബ് ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ബ്ലോബായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് ബ്ലോബായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് മൈ സ്ട്രിങ് എന്ന് പറയുന്ന സ്ട്രിങ് വാല്യൂ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ബ്ലോബ് ഡോട്ട് വാല്യൂ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. അതിനകത്ത് ഞാൻ ഏത് സ്ട്രിങ്ങിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി ആ ബ്ലോബ് വാല്യൂ ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് സിസ്റ്റം ഡോട്ട് ഡീബഗിനകത്ത് ഇതേപോലെ ബ്ലോബ് വാല്യൂ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബ്ലോബ് വാല്യൂവിനകത്ത് ഇതിൻ്റെ ബൈനറി ഡിജിറ്റിലുള്ള വാല്യൂവിൻ്റെ സൈസ് എത്ര എന്നുള്ളത് എനിക്ക് കാണിക്കും. സോ എനിക്ക് ബൈനറി ഡിജിറ്റ് കാണിക്കില്ല, പക്ഷേ അതിൻ്റെ സൈസ് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, 20. അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിൽഫോഴ്സ് മലയാളം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് വാല്യൂവിൻ്റെ സൈസാണ് 20 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ വാല്യൂവിനെ നമുക്ക് ബാക്ക് ടു സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സ്ട്രിങ് സ്പേസ് ഏതാണോ കൺവേർട്ട് ചെയ്യേണ്ട വേരിയബിളിൻ്റെ പേര് അത് കൊടുക്കുക. എന്നിട്ട് ബ്ലോബ് വാല്യൂ എന്താണോ അതിൻ്റെ പേര്, അതായത് ബ്ലോബ് വേരിയബിൾ ഏതാണോ അതേ ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺവേർട്ടഡ് ആയിട്ടുള്ള ബ്ലോഗ് വാല്യൂ ബാക്ക് ടു സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ആവുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ ഈ ഒരു കൺവേർട്ടഡ് സ്ട്രിങ് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ 2 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലോബ് വാല്യൂ, മറ്റൊന്ന് അത് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ. സോ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് എക്സിക്യൂട്ടായി നമുക്ക് ഡീബഗ് ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആദ്യം നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ ബ്ലോബ് വാല്യൂ ആണ്. ബ്ലോബിനകത്ത് 20 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിൻ്റെ സൈസാണ് ആ 20. അതിനുശേഷം നമുക്ക് അതിൻ്റെ കൺവേർട്ടഡ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.